ഞാൻ നിന്നെ ഇത്ര പ്രാവശ്യം വിളിച്ച ബി, അപ്പോഴൊന്നും നീ എന്റെ ഫോൺ എടുക്കാത്തെ? നിനക്ക് എന്നാ പറ്റേ? നീ എന്തിനാ ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? നീ നാട്ടുകാരെ നോക്കി നടന്നോ. നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുഴപ്പമാ. എന്റെ ഫീലിങ്സ് ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഡോക്ടറായിട്ടും നീ കൊറോണനെ പേടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുവല്ലേ. പിന്നെ ഇന്നെന്റെ ഫസ്റ്റ് കൊറോണ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്ന ദിവസം. നിനക്ക് പേഷ്യൻസ് അവരുടെ സന്തോഷമൊക്കെ വലുത്. ഇനി ഞാൻ നിന്റെ സന്തോഷത്തിന് തടസ്സമാകുന്നില്ല. നമുക്ക് അവസാനിപ്പിച്ചേക്കാം. അബി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അബി, അബി. അമ്മ എന്താ ഈ പറയുന്നേ? ബർത്ത്ഡേ ഒക്കെ പിന്നെ ആണെങ്കിലും ആഘോഷിക്കാലോ. ഇവിടുത്തെ സിറ്റുവേഷൻ അമ്മയ്ക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. അമ്മേ, കുറച്ച് തിരക്കുണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. 124 പേഷ്യൻ്റ് തന്നാ. എടാ അബി, നിന്റെ സാമ്പിളിന്റെ റിസൾട്ട് വന്നു. നിനക്ക് കൊറോണ നെഗറ്റീവാണ്. സത്യമാണോടാ? അതേടാ. പിന്നെ നമ്മുടെ വർഗീസ് ഇന്ന് ഡിസ്ചാർജ് ആണ്. അന്ന് വർഗീസ് ചേട്ടൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുമായി കാഷ്വാലിറ്റി വന്നപ്പോൾ ഞാനായിരുന്നു ഡ്യൂട്ടിയിൽ. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും വരെ കൂടെ നിന്നു. പിന്നെ അറിഞ്ഞത് കോവിഡാണെന്ന്. പിന്നെ മീര, അവളെ ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുമായിരുന്നു. അവൾ എൻ്റെ കാര്യത്തിൽ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് നിനക്കറിയാലോ. അത് വിട്, ഇനി പേടിക്കണ്ടല്ലോ. ആദ്യം നീ അവളെ വിളിച്ച് നടന്ന കാര്യം പറ. മരണത്തെ മുഖാമുഖം കണ്ട് ജീവശ്വാസത്തിനായി പിടഞ്ഞപ്പോൾ രാപകൽ എൻ്റെ ജീവന് വേണ്ടി പോരാടി ജീവൻ്റെ പുതുനാമ്പ് എനിക്ക് സമ്മാനിച്ച എൻ്റെ മാലാഹയ്ക്ക്, എൻ്റെ പ്രിയപ്പെട്ട മഴത്തുള്ളിക്ക് നന്ദി. പെയ്തൊഴിഞ്ഞ പേമാരിയിലും കാർന്നു തിന്നാനെത്തിയ വൈറസുകൾക്ക് മുന്നിലും സ്വന്തം ബന്ധങ്ങളും സ്നേഹമൂല്യങ്ങളും അപരന് വേണ്ടി പണയം വെച്ച് സ്വയം മരിഞ്ഞ് മറ്റുള്ളവർക്ക് പുതുജീവൻ നൽകുന്ന എല്ലാ മഴത്തുള്ളികൾക്കും 1000 നന്ദി. Thank you.